ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിലവിലെ പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ മാസം 30 വരെ കസ്റ്റഡിയിൽ വിട്ടു. ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരെ അടക്കം പ്രതിക്കൂട്ടിലാക്കുന്നതാണ് ഉണ്ണികൃഷ്ണൻ നൽകിയിരിക്കുന്ന മൊഴികൾ. സ്വർണം കൽപേഷിന് കൈമാറിയ വിവരം ഉദ്യോഗസ്ഥർക്കും അറിയാം. സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തണമെന്ന തന്റെ നിർദ്ദേശം ഉദ്യോഗസ്ഥർ അനുസരിച്ചു. ഉദ്യോഗസ്ഥരെ താൻ സഹായിച്ചിട്ടുണ്ടെന്നും മൊഴികൾ. പോറ്റിക്ക് പിന്നാലെ കൽപേഷിനെ കണ്ടെത്താനും മുരാരി ബാബു ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനുമാണ് അന്വേഷണ സംഘത്തിന്റെ ആലോചന. നിർണായക വിവരങ്ങളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. പോറ്റി ശബരിമലയിൽ നിന്ന് 2 കിലോ സ്വർണം തട്ടിച്ചു. ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് തട്ടിപ്പെന്നും റിമാൻഡ് റിപ്പോർട്ട്. തന്നെ കുടുക്കിയവരെല്ലാം നിയമത്തിന് മുന്നിൽ വരുമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ സ്വർണ്ണക്കൊള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി സമ്മതിക്കുകയായിരുന്നു. പക്ഷേ കട്ടത് താൻ ഒറ്റയ്ക്കല്ലെന്നും ദേവസ്വം ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ടെന്നുമാണ് പോറ്റിയുടെ മൊഴി. കട്ടിളപ്പാളി സ്വർണം പൂശി നൽകാൻ സ്പോൺസർ വേഷത്തിലായിരുന്നു തട്ടിപ്പിന്റെ തുടക്കം. അന്ന് സ്വർണം അടിച്ചു മാറ്റണമെന്ന ലക്ഷ്യമില്ലായിരുന്നു. പകരം കട്ടിള ഉപയോഗിച്ച് പണപ്പിരിവ് നടത്തി ലാഭം കൊയ്യാമെന്നാണ് കരുതിയത്. പക്ഷേ 3 ലക്ഷത്തോളം രൂപ തനിക്ക് നഷ്ടം വന്നു. ഇക്കാര്യം മുരാരി ബാബു അടക്കം ശബരിമലയിലെ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചു. അതിൽ നിന്നാണ് ദ്വാരപാലക ശില്പപ്പാളി സ്വർണം പൂശാനുള്ള ആശയമുണ്ടാകുന്നത്. പാളികളിൽ സ്വർണം എന്നത് ഒഴിവാക്കി ചെമ്പെന്ന് രേഖപ്പെടുത്തണമെന്ന തന്റെ നിർദ്ദേശം ഉദ്യോഗസ്ഥർ അംഗീകരിക്കുകയായിരുന്നു. ഗൂഢാലോചനയുടെ ഭാഗമാണ് സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്ന സമയത്ത് സന്നിധാനത്ത് നേരിട്ടെത്താതെ സഹസ്പോൺസർമാരെ അയച്ചത്. അന്ന് തന്റെ പേര് മഹസറിൽ എഴുതി ചേർത്തും പാളികൾ സഹസ്പോൺസർമാരുടെ കയ്യിൽ ഒറ്റയ്ക്ക് കൊടുത്തയച്ചും ഉദ്യോഗസ്ഥർ സഹായിച്ചു. ദ്വാരപാലക ശില്പപാളികളിലെ സ്വർണം പൂശിയ ശേഷം മിച്ചം വന്ന സ്വർണം കൽപേഷിന് കൊടുത്തെന്നും പോറ്റി സമ്മതിച്ചു. ഈ വിവരം ഉദ്യോഗസ്ഥരും അറിഞ്ഞിരുന്നു. എന്നാൽ സ്വർണം പിന്നീട് എന്ത് ചെയ്തെന്നോ കൽപേഷ് ആരാണെന്നോ പോറ്റി വ്യക്തമാക്കിയിട്ടില്ല. ചെന്നൈക്കാരൻ എന്ന് കരുതുന്ന കൽപേഷിനെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലുമാണ് SIT. എന്തു തന്നെയായാലും നിലവിലെ ദേവസ്വം ബോർഡിന് മുച്ചോടം പണി കിട്ടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മലയാളം ടെലിവിഷൻ, പത്തനംതിട്ട. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ 18 കാരറ്റ് ലൈറ്റ് വെയ്റ്റ് ഓർണമെന്റ്സുകളുടെ വിസ്മയങ്ങൾ ഒരുക്കി ഫിയോഡിയ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ്. വിവാഹ പർച്ചേസുകൾക്ക് 2.5% മുതൽ പണിക്കൂലി. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം. കുട്ടികൾക്ക് സൗജന്യമായി കാതുകുത്തിയും നൽകുന്നു. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, പെരിന്തൽമണ്ണ റോഡ്, വളാഞ്ചേരി.